ഇനി സാധാരണ ഈ പുത്തൻ പ്രസ്ഥാനക്കാർ വന്നിട്ട് ജനങ്ങളെ പൊട്ടീസാക്കുന്ന ഒരു വിഷയമാണ് ദുആഴ് ദുആഴ് ദുആഴ്, വിളി 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 എന്ന് പറഞ്ഞിട്ട് ഒട്ടാകണ ഫസാദാക്കുക എന്നുള്ള അവരുടെ പരിപാടി. എന്നിട്ട് അദ്ദുആഉ ഹുവൽ ഇബാദ എന്നാണ് ഹദീസു. അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് പറഞ്ഞാൽ ദുആ അതാണ് ആരാധന, അതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞ അർത്ഥം വെച്ച്. അപ്പൊ അങ്ങനത്തെ ആളുകളോട് നമ്മൾ ചോദിക്കേണ്ട അദ്ദുആഉ ഹുവൽ ഇബാദു എന്നതിന്റെ അർത്ഥം എന്താണ്? എല്ലാ ദുആയും ആരാധനയാണ് എന്നാണോ? എന്താണ് അദ്ദുആഉ ഹുവൽ ഇബാദ എന്നതിന്റെ അർത്ഥം? എല്ലാ ദുആയും ആരാധനയാണ് എന്നാണോ? അതല്ല ചില പ്രത്യേക ദുആകളിൽ ആരാധനയാണ് എന്നാണോ? എല്ലാ ദുആയും ആരാധനയാണ് എന്നാണെങ്കിൽ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നി ദഅഉതു ഖൗമി ലൈലം വനഹാറ, ഞാൻ എന്റെ കൗമിനോട് ദുആ ചെയ്തു, ലൈലം വനഹാറ, രാത്രിയും പകലും ഒക്കെ ദുആ ചെയ്തു. ഈ ദുആ ശിർക്കാണെന്ന് വരും. അതല്ല ചില പ്രത്യേക ദുആകൾ ആരാധനയാണ് എന്നാണോ? എങ്കിൽ ആ ദുആ ആരാധനയായ ദുആ ഏത്? അതിന്റെ പ്രത്യേകത എന്ത്? ഇതാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന എല്ലാ ദുആയും ആരാധനയാണ് എന്നാണോ അതിന്റെ അർത്ഥം? അതല്ല ചില പ്രത്യേക ദുആകൾ ആരാധനയാണ് എന്നാണോ? അവിടെ വിശദീകരണം നൽകേണ്ടതുണ്ട്. സാധാരണ വിശദീകരണം നൽകാറില്ല. അതേ സമയത്ത് വിശുദ്ധ ഖുർആനിൽ ധാരാളം അർത്ഥങ്ങൾക്ക് ദുആ പ്രയോഗിച്ചതായി നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിൽ 10-ലധികം മയകൾക്ക് ദുആ എന്ന പദത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇബാദത്ത് എന്ന അർത്ഥത്തിന് ഉപയോഗിച്ചു. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദൂ മഅല്ലാഹി അഹദാ. അവിടെ ആരാധന എന്ന അർത്ഥത്തിലാണ് ദുആ ഉപയോഗിച്ചത്. ഇനി ചോദിക്കുക എന്ന അർത്ഥത്തിൽ ദുആനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദൂനി അസ്തജിബ് ലക്കും, അവിടെ ചോദിക്കുക എന്ന അർത്ഥത്തിലാണ്. ഇനി ത്വലബ് തേടുക, ആവശ്യപ്പെടുക എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ സഹായം തേടുക എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വിളിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം അർത്ഥങ്ങളിൽ ദുആ എന്ന പദം വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചതായി നമുക്ക് കാണാം. ഇനി ചിന്തിക്കേണ്ട ഒരു വിഷയം, അല്ലാത്തവരെ വിളിക്കാന്നുള്ളത് ശിർക്കാണ് എന്നാണ് ഇപ്പോ ഒരു വിഭാഗം പറയുന്നത്. അവിടെ നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ ശിർക്ക് വന്നത്? അല്ലാത്തവരെ ആരെ വിളിക്കലും ശിർക്കാണോ? എന്നിൽ വാപ്പാനെ വിളിച്ചാലും ശിർക്കാകണം. പക്ഷെ വാപ്പാനെ വിളിച്ചാൽ ശിർക്കാണെന്ന് ആരും പറയുന്നില്ല. അല്ല, ഇനി മരണപ്പെട്ട ഒരു സാധനത്തിനെ വിളിക്കുക എന്നതാണോ ശിർക്ക്? ശിർക്കിന്റെ മാനദണ്ഡം എന്ത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ചിന്തിക്കാം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചത്തുപോയ പക്ഷികളെ വിളിക്കാൻ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആയത്ത് വിശുദ്ധ ഖുർആനിൽ കാണാം. അപ്പൊ ജീവനില്ലാത്ത ഒരു സാധനത്തിലെ വിളിക്കലാണോ ശിർക്ക്? അത് ശിർക്കാകാൻ തരമില്ല. അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചത്ത പക്ഷിയെ വിളിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആനിലുണ്ട്. അല്ല, ഇനി പക്ഷികളല്ല ഒരു വ്യക്തിയെ വിളിക്കലാണോ ശിർക്ക്? മരണപ്പെട്ട ഒരു വ്യക്തിയെ വിളിക്കലാണോ ശിർക്ക്? അതും ശിർക്കാകാൻ തരമില്ല. കാരണം ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയിട്ട് ബദർ യുദ്ധം നടന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയിട്ട് അബൂജഹലിനെയും ഉത്ബത്തിനെയും ശൈബത്തിനെയും വിളിച്ചത് സ്വഹീഹായ ഹദീസിലുണ്ട്. മരണപ്പെട്ടുപോയ ഒരു വ്യക്തിയെ വിളിക്കാൻ അതാണ് ശിർക്ക്, അതും പറയാൻ നിർവാഹമില്ല. കാരണം മരണപ്പെട്ടുപോയ വ്യക്തികളെ വിളിച്ചിട്ടുണ്ട്. ഇനി മരണപ്പെട്ടുപോയ വ്യക്തിയെ സഹായത്തിന് വേണ്ടി വിളിക്കലാണോ ശിർക്ക്? അതും ശിർക്കാൻ തരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാവലിനെ തേടുകയും ആ കാവലിനെ തേടിയ കലിമാത്തുല്ലാഹി തമ്മാത്ത് എന്ന് പറഞ്ഞാൽ അർവാഹുൽ മുഅ്മിനീൻ, മരണപ്പെട്ടുപോയ ആളുകളുടെ മഹാത്മാക്കൾ എന്നാണ് അതിന്റെ അർത്ഥമെന്ന് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ലാ വിശദീകരിച്ചതായി തന്റെ തഫ്സീറുൽ കബീറിൽ കാണാം. അപ്പൊ സഹായത്തിന് വേണ്ടി വിളിക്കലും തെറ്റല്ല, മരണപ്പെട്ടുപോയ വ്യക്തിയെ വിളിക്കലും തെറ്റല്ല, മരണപ്പെട്ടുപോയ മനുഷ്യനല്ലാത്ത ഒരു സാധനത്തിനെ വിളിക്കലും തെറ്റല്ല. പിന്നെ എന്തുകൊണ്ട് ഇസ്തിഗാസ ശിർക്കായി? ഇതാണ് നാം ചിന്തിക്കേണ്ടത്. വിളി ധാരാളമുണ്ട്. പള്ളിക്കബറിൽ ചെന്ന അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ, അവിടെ മരണപ്പെട്ടുപോയ മുഅ്മിനീങ്ങൾ ഒട്ടാകെ വിളിയുണ്ട്. നമ്മളൊക്കെ സാധാരണ വിളിക്കുന്നതാണ് അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ. മരണപ്പെട്ടുപോയ വ്യക്തികളെ വിളിച്ചത് കൊണ്ട് മാത്രം ശിർക്കാവോ? ശിർക്കാവുമെന്ന് പറയാൻ യാതൊരു ന്യായവും നമ്മൾ കാണുന്നില്ല. പിന്നെ എന്താണ് ഇതിന് കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ലോകത്തെ സൃഷ്ടിച്ചതും ജനങ്ങളെ സൃഷ്ടിച്ചതും മുഴുവനെയും സൃഷ്ടിച്ചതും അല്ലാഹുവാണ്.
മുഴുവൻ ജനങ്ങൾക്കും അല്ലാത്ത വസ്തുക്കൾക്കുമൊക്കെയുള്ള വ്യത്യസ്തമായ കഴിവുകളുണ്ട്. ഈ കഴിവുകൾ നൽകിയതും അള്ളാഹുവാണ്. അപ്പൊ ഈ അള്ളാഹുവിനെ മറികടക്കുന്ന ഒരു വിളി, ഈ അള്ളാഹുവിൽ നിന്ന് പുറംചാടുന്ന ഒരു വിളി, ഈ വിളി അള്ളാഹു അനുവദിക്കുകയില്ല. അതേ സമയത്ത് അള്ളാഹുവിന്റെ കീഴിൽ നിന്നുകൊണ്ട് അള്ളാഹു പറയുന്നതൊക്കെ അംഗീകരിച്ച് അള്ളാഹുവിന്റെ കീഴിൽ നിന്ന് അള്ളാഹുവിൽ പൂർണ്ണമായും അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകൾ, അവർ മുഖേന അള്ളാഹു ചില സഹായങ്ങൾ മറ്റു സൃഷ്ടികൾക്ക് നൽകും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവരോട് ചോദിക്കുന്നത് അള്ളാഹു നിശ്ചയിച്ചതായതുകൊണ്ട് അത് അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ പുറംചാടി എന്ന് പറഞ്ഞുകൂടാ. അതേ സമയത്ത് അള്ളാഹുവിനെ എതിർക്കാൻ കഴിവുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹുവിനെ എതിർക്കാൻ കഴിവുണ്ട്. ആ നിലക്കുള്ള ഒരാളോട് ചോദിച്ചാലോ, നമ്മളൊരാള് ബദരീങ്ങളെ കാക്കണേന്ന്, മറ്റൊരാള് സ്നേഹിത കാക്കണേന്ന്. ഇവിടെ രണ്ടാം വിളിച്ച അല്ലല്ലാത്തവര്. ഒരാള് സ്നേഹിത കാക്കണേ മണ്ടിരൂന്നാണ്, മറ്റൊരാള് ബദരീങ്ങളെ കാക്കണേന്നാണ്. ഈ രണ്ട് സ്ഥലങ്ങളിലും വിളിച്ചത് അല്ലല്ലാത്തവർ തന്നെ. അതേ സമയത്ത് സ്നേഹിത കാക്കണേ അത് ശുർക്കല്ലാന്നും ബദരീങ്ങളെ കാക്കണേ അത് ശുർക്കാണെന്നും. അപ്പൊ എന്താണ്, രണ്ടും അല്ലല്ലാത്തവരെന്നെ വിളിച്ച് അല്ലല്ലാത്ത ഒരാളെയും വിളിക്കാൻ പാടില്ല എന്നാ രണ്ടും ശുർക്കാണോ? അല്ലല്ലാത്ത ഒരാളെയും വിളിക്കാൻ പാടില്ല എന്നാണോ? എന്നാ രണ്ടും ശുർക്കാകണം. അതേ സമയത്ത് ഉമ്മ സഹായിക്കണേ ശിർക്കല്ല തൗഹീദ്, ബദരീങ്ങളെ സഹായിക്കണേ ശിർക്ക്. എന്താണപ്പോ ഇത് വ്യത്യാസം? രണ്ടോടത്തും ഇപ്പൊ വിളിച്ച നമ്മൾ അല്ലല്ലാത്തവർ തന്നെ. എന്താണ് വ്യത്യാസം? ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഉമ്മാനെ വിളിച്ചാൽ ശിർക്കല്ല, സ്നേഹിതനെ വിളിച്ചാലും ശിർക്കല്ല, കാക്കണേ എന്നതാ ശിർക്ക്. ഞാൻ രണ്ടോടത്തും കാക്കണേ തന്നെയുള്ളു. ഇനി ഉമ്മ സ്നേഹിത ബദരീങ്ങളെ എന്ന വ്യക്തി കൊണ്ടാ ശിർക്കാണ്, ഞാൻ രണ്ടോടത്തും അല്ലല്ലാത്ത വ്യക്തികളുമാണ്. അപ്പൊ അല്ലയല്ലാത്ത വ്യക്തിയായതാണോ പ്രശ്നം, കാക്കണേ എന്ന് പറഞ്ഞ വിഷയമാണോ പ്രശ്നം? ഏതാണ് ഇവിടെ ശിർക്കാകാനുള്ള മാനദണ്ഡം? ഇതിലാണ് ജനങ്ങളെ ഇവർ വട്ടം കറക്കാറുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ പറയട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമാ വലിയുക്കും, തീർച്ചയായും നിങ്ങളുടെ സഹായി. സഹായി എന്നെ എല്ലാവരും അർത്ഥം പറഞ്ഞത്. അള്ളാഹു നിങ്ങളുടെ സഹായിയാണ്, ചോദിച്ചോളൂ. വറസൂലുഹു, റസൂലും സഹായിയാണ്, ചോദിക്കരുത് എന്ന് വരൂല എന്നാ പറഞ്ഞ അർത്ഥമല്ല, ചോദിച്ചോളൂ. വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്സലാത്ത വയൂതൂന സ്സകാത്ത വഹും റാകിഊൻ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളും നിങ്ങളുടെ സഹായികളാണ്, ചോദിച്ചോളൂ. സഹായിക്കും ചോദിക്കരുത് ഇങ്ങനെ ഖുർആനിലുണ്ടാവില്ല. ഖുർആനിലല്ല എവിടെയും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളൊരാൾ പിരിവാരം വന്നപ്പോ പറഞ്ഞത് അയാളല്ല കൊടുക്കണ ആളാ കേട്ടോ എന്ന് പറഞ്ഞതിന്റെ വാക്കെന്താ, പൊയ്ക്കോളൂ ചോദിച്ചോളൂ എന്നാ. അതിനൊരാൾ എഴുതണ്ടേ പറയേണ്ടേ ആവശ്യമില്ല. അത് ഖുർആന്റെ ശൈലിയാ. ഖുർആൻ എന്ത് എന്നാദ്യം മനസ്സിലാക്കണം.